നമുക്കറിയാം ഇടുക്കിയിലെ ഒരുപാട് ഗ്രാമങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രാമങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട് അല്ലേ? ഓരോ ഗ്രാമത്തിനും അത് അവിടുത്തെ കൾച്ചറാകാം, അവിടുത്തെ പള്ളികൾ അല്ലെങ്കിൽ സ്കൂൾ കൊണ്ടാകാം, ഇതല്ലെങ്കിൽ അവിടുത്തെ പേര് കൊണ്ടാകാം. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള നിരവധി ഗ്രാമങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുക്കിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചായയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമം, പക്ഷേ അവിടെ ടീ ഇല്ല കേട്ടോ. ടീ ഫാക്ടറിയോ അല്ലെങ്കിൽ ടീ പ്ലാന്റേഷനോ ഒന്നും ഇല്ല കേട്ടോ. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ശരിക്കും ടീ കമ്പനി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈസന്മാരിക്കും പൊട്ടങ്കാടിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ്. ഈ വഴി ഒന്ന് ഓർമ്മയിൽ വെച്ചോട്ടോ. ഈ വഴി ഇങ്ങനെ പോയിട്ട് നേരെ ബൈസന്മാരിക്കാണ്. ഈ ഒരു കയറ്റം ഇറങ്ങി ഒരു വലിയ കയറ്റം തിരിച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ ബൈസന്മാരിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടോ ഈ കാണുന്ന വഴിയില്ലേ, ഇത് നമ്മൾ ടീ കമ്പനി എന്ന് പറയുന്ന സ്ഥലം കൂടി നമ്മൾ ബൈസന്മാരിക്ക് വരുന്ന വഴിയാണ്. ഇപ്പം ബസ് സർവീസൊക്കെ ഇതിലൂടെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ കുരിശടി കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ മുമ്പോട്ട് പോയാലാണ് ടീ കമ്പനിയിലേക്ക് എത്തുന്നത്. കൂടാതെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വഴിയെന്ന് പറയുന്നത് ശരിക്കും കുഞ്ചിത്തണ്ണി പൊട്ടങ്കാട് ടീ കമ്പനി ബൈസന്മാരി വഴി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇറക്കം ഇറങ്ങി ചേരുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടീ കമ്പനി എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തേയില പ്ലാന്റേഷനോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ചായയുടെ പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ എങ്ങനെ ആ പേര് കിട്ടിയെന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ആളുകളുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് ആരായാം കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു കാലഘട്ടത്തിൽ ഇട്ടിരിക്കുന്ന ഒരു പേരായിരിക്കാം ഇങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു. ബൈസൺ വാലിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ടീ കമ്പനി ഉള്ളത്. നമ്മൾ ആദ്യം ഇൻട്രോ എടുത്തില്ലേ, ഇൻട്രോ എടുത്തതിന് അവിടെ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ബൈസന്മാരിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ആ ബൈസന്മാരി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പം ഈ പാലം കണ്ടോ, ഈ പാലം കടന്ന് കയറുന്നതാണ് ശരിക്കും ടീ കമ്പനിയിലേക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാലം കടന്നാണ് നമ്മൾ പൊട്ടങ്കാട് നിന്ന് വരുമ്പോഴും ഈ ടീ കമ്പനിയിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന വഴി 40 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ നമുക്ക് രാജക്കാടിന് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കഞ്ചനപ്പാറയ്ക്ക് പോകുന്ന രീതിയിൽ ഇതിനൊരു സമാന്തരമായിട്ടുള്ള വഴികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 300 മീറ്റർ മാറി കഴിഞ്ഞാലാണ് ടീ കമ്പനി മെയിൻ ജംഗ്ഷനിലേക്ക് എത്തണേ. ഇതൊരു ചെറിയ ടെമ്പിളാണ്. ശരിക്കും ഇത് തമിഴ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ മലയാളീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് നമ്മുടെ ഈ ടീ കമ്പനി എന്ന് പറയുന്ന സ്ഥലം. കുറേയധികം വാഹനങ്ങളൊക്കെ അപകടത്തിൽ ഇവിടെ പെട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചയുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുട്ടുകാടില്ലേ, ആ ഒരു മേഖലയിൽ നിന്ന് ഒഴുകി തന്നെയാണ് ഈ ഒരു മഴക്കാലം ശരിക്കും ശക്തമായിരുന്നെങ്കിൽ കുറച്ചധികം വെള്ളം നമുക്ക് കാണാമായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു വെറ്റിനറി ഡിസ്പെൻസറി നമുക്ക് കാണാൻ പറ്റുമോ ടീ കമ്പനിയിലെ. അപ്പം ബൈസന്മാരി ടീ കമ്പനി എന്നും ടീ കമ്പനി ബൈസന്മാരി എന്നൊക്കെ പറയും, എല്ലാം ഒന്നാണ്. അപ്പം നമുക്ക് ഇതാണ് ഇവിടുത്തെ കാഴ്ച. അങ്ങനെ നമ്മൾ ആ പാലത്തിൻ്റെ അവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടീ കമ്പനിയിലേക്ക് അടുക്കും തോറും നമുക്ക് ധാരാളം വീടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഇവിടെയൊക്കെ ഏലം മേഖലയും തോട്ടത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ആദ്യം നിന്ന് പാലം വരെ ആ പാലത്തിന് അവിടെ നിന്ന് ജസ്റ്റ് ഒരു 300 മീറ്റർ മാറി കഴിയുമ്പോഴാണ് നമുക്കിത് ഉണ്ട് ഇവിടെ ഒരു ഗ്രോട്ടോ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതാണ് ഗ്രോട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കാണുന്ന ഈ ഒരു വഴി കൂടെ കയറിപ്പോയാൽ നമുക്ക് ഇവിടെയുള്ള ഒരു കാനായ ചർച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ ടീ കമ്പനിയിലുള്ള കാനായ കത്തോലിക്ക ദേവാലയമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ആദ്യം നിന്ന് ഗ്രോട്ടോ അല്ലേ, ആ ഗ്രോട്ടോയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ.
അപ്പോൾ എന്താണെങ്കിലും വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു പള്ളി പെരുന്നാളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശസ്തമായിരിക്കുന്ന പള്ളി പെരുന്നാളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു സ്കൂളും ഉണ്ട്. അങ്ങനെ ഈ കാണുന്നതാണ് ടീ കമ്പനി എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ബൈസമാരിയിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ഒരു ജംഗ്ഷനിലേക്കാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അവിടെ ഒരു ടെമ്പിൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ കാർഷിക ഉപകരണങ്ങൾ നന്നാക്കുന്ന ഒരു ചേർന്ന് ഇരിക്കുന്ന കാഴ്ചയുണ്ടോ. അപ്പം ശരിക്കും വൈകുന്നേരം സമയമൊക്കെ അതുകൊണ്ട് ട്രിപ്പ് ജീപ്പുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചേട്ടൻ അങ്ങനെ മിഷനറിയൊക്കെ ഞാൻ നന്നായിക്കൊണ്ടിരിക്കുക. ചേട്ടാ പേരെന്താ ചേട്ടാ? പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. ഇവിടെ തോട്ടമേഖല ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഒരുപാട് കാണും അല്ലേ? എല്ലാവരുടെ വീട്ടിലുണ്ട്. എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇതിൻ്റെ സർവീസാണോ പ്രധാനമായിട്ട്? ഓക്കെ. നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന ആ ഒരു പള്ളിയില്ലേ, പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തമിഴ് ക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇത് ടീ കമ്പനിയുടെ മറ്റൊരു ഐക്കനാണ്. അപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു നാടിൻ്റെ സെൻട്രൽ ജംഗ്ഷനായിട്ട് പറയുന്നത്. അങ്ങനെ ടീ കമ്പനിയുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ടീ കമ്പനിയുടെ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു കുരിശുപള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മേഖലയിലൊക്കെ ധാരാളം കടകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന വഴി കൂടെ നമുക്ക് രാജക്കാട്, മുല്ലക്കാനം, എല്ലക്കല്ലൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ് എൻ്റെ ബാക്കിൽ കൂടെ നിങ്ങൾ കാണുന്നത്. ശരിക്കും വൈകുന്നേരം ടൈം ആയി കഴിഞ്ഞാലാണ് ഇവിടെ ജനങ്ങളെ കൊണ്ട് നിറയുന്നത്. കാരണം തോട്ടം മേഖലയാണ്. ഈവനിങ് ടൈമിലാണ് ആളുകളും കടകളൊക്കെ കൂടുതലായിട്ട് ഇവിടെ തുറക്കുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ കണ്ട വഴി എല്ലക്കല്ലിൽ നേരെ മുല്ലക്കാനവും രാജക്കാടും തിരിഞ്ഞ് നമുക്ക് പോവുകയും ചെയ്യണം കേട്ടോ. ശരിക്കും ഈ ടീ കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗ്രാമമാണ് ടീ കമ്പനി എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും ഇവിടെ ഈ നാട്ടുകാരാണോ? പേരെന്താണ്? എൻ്റെ പേര് തങ്കപാണ്ഡ്യൻ. തങ്കപാണ്ഡ്യൻ. പേര്? ശേഖർ. രാജൻ. ഈ ടീ കമ്പനി എന്ന് പേര് വരാൻ കാരണം എന്നാ? ഇത് നേരത്തെ ഇത് തേയില എസ്റ്റേറ്റ് ആയിരുന്നു. നേരത്തെ തേയില എസ്റ്റേറ്റ് ആയിരുന്നു. അന്നേരം ഇവിടെ വന്നിട്ട് ടീ കമ്പനി എന്ന് പറഞ്ഞ പേരായിരുന്നു. അത് നിലവിൽ അത് തന്നെയാ പേരുണ്ടായത്. ആ പേര് തന്നെയാണ് ഉണ്ടായത്. ഇത് എത്ര വർഷത്തെ ചരിത്രമായിരിക്കും? ഇത് 80 വർഷത്തിന്റെ മുകളിലുള്ള. അന്ന് ഈ മേഖല ഫുള്ള് ടീ പ്ലാന്റേഷൻ ആയിരുന്നു. പിന്നീട് അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? അത് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലേ, നേരത്തെ വന്നിട്ട് യൂണിയൻ ഇല്ലാതിരുന്നു. ഇവിടെ ഇത് 1960 യൂണിയൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ യൂണിയൻ സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് ഇതെല്ലാം ലോക്കൗട്ടായി പോയി. അങ്ങനെയാണ് ഇത് ലോക്കൗട്ടായി നിന്നുപോയത്. ഏത് കമ്പനിയുടെ ആയിരുന്നു ഇത്? മലബാറൻ കമ്പനി അല്ലേ? ചേട്ടാ, ഈ ടീ കമ്പനിയുടെ വേറെ പ്രത്യേകത എന്നാണ്? വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഏലമുണ്ട്, ഏലം, കൊടി. ഇവിടുത്തെ ജനവാസം എങ്ങനെ? തമിഴ് വംശജരാണോ അതോ? തമിഴുണ്ട്, രണ്ടുമുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ. ഇവിടുന്ന് രാജക്കാടിന് എത്ര കിലോമീറ്റർ ഉണ്ട്? 7 കിലോമീറ്റർ. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ തേയില പ്ലാന്റേഷൻ ഇല്ലാത്ത ഒരു പേര് ടീ കമ്പനി എന്ന. അപ്പോൾ ടീ കമ്പനി എന്ന് പേര് വരാൻ കാരണം ഇപ്പം എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്കിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. ഈ കടയുടെ സൈഡിൽ കൂടെ ഈ താഴെ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴി ഇങ്ങനെ പോകുന്നത് നമ്മുടെ പൊട്ടങ്ങാട് കൂടി 20 ഏക്കർ കൂടി കുഞ്ചിത്തണ്ടിക്ക് പോകുന്ന മെയിൻ വഴിയാണ്. അതായത് ബൈസമാലി കുഞ്ചിത്തണ്ണി ആനച്ചാലും മെയിൻ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രൽ ജംഗ്ഷനാണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഗ്രാമത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് അല്ലേ? ശരിക്കും ഈ പേര് കിട്ടിയത് എങ്ങനെയാണെന്നും ഇവിടെ പണ്ട് ടീ പ്ലാന്റേഷൻ ഉണ്ടെന്നൊക്കെ എന്നെ സംബന്ധിച്ചും അതുപോലെ ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചൊക്കെ ഇത് പുതിയ അറിവായിരിക്കും. എന്താണെങ്കിലും ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ബൈസമാലി പഞ്ചായത്തിലാണ്, മൂന്നാറിനടുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ തോട്ടത്തൊഴിലാളികളായിട്ട് നമ്മുടെ കേരളത്തിലെത്തിയിരിക്കുന്ന തമിഴ് വംശജരും അതുപോലെ മലയാളീസുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ പാർക്കുന്നത്. ശരിക്കും ഇവിടെ ഏലത്തോട്ടത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് നമ്മൾ കാണുന്ന ടീ കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് രാജക്കാടിനും ബൈസമ്മാലിക്കും അതുപോലെ കുഞ്ചിത്തണ്ണിക്കും അതുപോലെ തന്നെ പൂപ്പാറയ്ക്കും ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്കും ഈ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കൂട്ടുകാരെ, ടീ കമ്പനിയിൽ നിന്ന് നമ്മളിപ്പോൾ നിലവിൽ പൊട്ടങ്ങാട് റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ വഴിയൊക്കെ അടിപൊളിയായിട്ട് പണിത് നല്ല സെറ്റായിട്ട് ഇട്ടേക്കുന്ന വഴിയാണ്. അപ്പോൾ ഇതിലോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മതിയായ ഒരു അടിപൊളി ഒരു കാഴ്ചയുണ്ട്. താഴെ ഒരു പാലമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു പാലത്തിൽ നിന്ന് തുടങ്ങി മറ്റൊരു പാലത്തിൽ അവസാനിപ്പിക്കാതെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഹോം സ്റ്റേകൾ, റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. അതെല്ലാം കുറച്ച് ഉള്ളിലേക്കാണ് കയറി ഇരിക്കുന്നത്. നമ്മുടെ രാജക്കാട് റൂട്ടിൽ പോയാൽ കുറേ അധികം റിസോർട്ടുകളൊക്കെ ഉള്ള മേഖലയാണ്. അതുപോലെ തന്നെ ഇവിടെ റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ടൗൺ ഏരിയ വിട്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഇറങ്ങി ചെല്ലുന്നിടത്ത് നമ്മൾ ആദ്യം കണ്ട ആ തോടില്ലേ, ആ തോടിങ്ങനെ ഒഴുകി ഇവിടെ വരുന്ന കാഴ്ചയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു തടിപ്പാലമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇത് വീണ്ടും പുതുക്കി പണിതാണ് ഈ തടിപ്പാലം മാറ്റിയിട്ട്. ഇതൊരു വെറൈറ്റി കാഴ്ചയാണ്. ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കം നിങ്ങളോട് പറഞ്ഞില്ല, ഈ വഴിയൊന്ന് നോക്കി വെച്ചോളാനാ. ഈ വഴിയായിരുന്നു ശരിക്കും ബൈസമാലിക്ക് പഴയ വഴി കേട്ടോ. ഇത് സൂപ്പർ ഫാസ്റ്റ് തന്നെ കേട്ടോ, അടിപൊളിയല്ലേ. കടന്നുപോയ ബസ് തിരുവനന്തപുരം ബസ്സാണ്. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇൻ്റർസ്റ്റേറ്റ് വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. തിരുവനന്തപുരം, കമ്പോ, തേനിയോ ഒക്കെ ഇൻ്റർസ്റ്റേറ്റ് വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു, വണ്ടിയുടെ ലുക്കും ഭാവവും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ വഴി നമ്മൾ ബൈസമാലിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആദ്യത്തെ വഴിയാണ്. പണ്ട് ഇവിടെ ഒരു തടിപ്പാലമായിരുന്നു കേട്ടോ, ചെറിയൊരു തടിപ്പാലം. ആ പാലത്തേക്കടെ ജീപ്പ് മാത്രമൊക്കെ കടന്നു പോകുള്ളായിരുന്നു. അതിനുശേഷം പുതുക്കി പണിതിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പാലത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരൊക്കെ ഇവിടെ സുരക്ഷിതമായിട്ട് ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ തോടും ഒക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കൊച്ചു വെള്ളച്ചാട്ടമൊക്കെ ഒഴുകി വരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭംഗിയുള്ള കാഴ്ച കണ്ട് നമുക്ക് ഈ പാലത്ത് നിന്നാൽ ആസ്വദിക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എങ്ങനെയാവും നിങ്ങളിത് കാണിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. കുറച്ചുകൂടെ മഴയുള്ളപ്പോഴൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇവിടെ അടിപൊളിയാണ്. എൻ്റെ പൊന്ന് എന്ത് രസമെന്നറിയോ. ഞാനിവിടെ തടിപ്പാലം ആയിരുന്ന സമയത്ത് എൻ്റെ ജോലിയോടനുബന്ധിച്ച് ഇതിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോഴല്ലോ ഇങ്ങനെ വന്ന് കുറേ നേരം ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ശരിക്കും നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? ടീ കമ്പനി ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു അല്ലേ. ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ ടീ കമ്പനിയുടെ ചരിത്രവും വിശേഷമൊക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.